നമസ്കാരം. സൂര്യനെല്ലി കേസ് മുതൽ സോളാർ കേസ് വരെ CPIഎം തെരഞ്ഞെടുപ്പിൽ ആയുധമായി പ്രയോഗിച്ചിരുന്നു. പെണ്ണ് കേസുകൾ എങ്ങനെയാണ് വിദഗ്ധമായി UDF സർക്കാരിനെ അട്ടിമറിക്കാൻ ഉപയോഗിക്കേണ്ടത് എന്ന് CPIഎമ്മിനെ ആരും പറഞ്ഞ് പഠിപ്പിക്കേണ്ടതില്ല. ആ ലക്ഷ്യത്തിൽ തന്നെയായിരുന്നു ഈ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കഴിഞ്ഞ വർഷത്തിൻ്റെ ഒടുവോടുകൂടി രാഹുൽ മാങ്കൂട്ടത്തെ പ്രതി ചേർത്ത് അവർ കേസെടുക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള പരാതികൾ അന്വേഷിക്കാൻ എന്ന് പറഞ്ഞ് പ്രത്യേക അന്വേഷണ സംഘത്തിന് പിണറായി പോലീസ് രൂപം കൊടുക്കുമ്പോൾ രാഹുലിനെതിരെ ഒരൊറ്റ കേസ് പോലും ഉണ്ടായിരുന്നില്ല. സോഷ്യൽ മീഡിയയിലും അതിന് ചുവട് പിടിച്ച് മാധ്യമങ്ങളിലും വന്നുകൊണ്ടിരുന്ന വാർത്തകൾക്കപ്പുറത്തേക്ക് ഒരു പരാതി പോലും ഇല്ലാതെയായിരുന്നു പോലീസ് അന്വേഷണ സംഘത്തെ ചുമതലപ്പെടുത്തുന്നത്. അന്വേഷണ സംഘം കഷ്ടപ്പെട്ട് യാതനകൾ അനുഭവിച്ച് ആളുകളെ കണ്ടുപിടിച്ച് സമ്മർദ്ദം ചെലുത്തി പരാതി എഴുതി വാങ്ങുന്ന രീതിയായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ ആട്ടക്കലാശത്തിൽ കോൺഗ്രസ് പാർട്ടിക്കാർ കൂടി ചേർന്നതോടെ രാഹുലിന് അകാരണമായി പ്രതിരോധശേഷി നഷ്ടപ്പെടുന്നു. ഒടുവിൽ എവിടെ നിന്നോ തട്ടിക്കൂട്ടി ഒരു പരാതിക്കാരിയെ കൊണ്ടുവന്ന് അവരുടെ പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുക്കുന്നു. പിണറായി സർക്കാരിൻ്റെ ലക്ഷ്യം കൃത്യമായി അറിയാവുന്നതുകൊണ്ട് വിദഗ്ധമായി രാഹുൽ മാറി നിൽക്കുന്നു. തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ രാഹുൽ മുൻകൂർ ജാമ്യാപേക്ഷ കൊടുക്കുന്നു. മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ച 2 വട്ടവും കോടതി ഇതിൽ എന്ത് റേപ്പാണുള്ളത് എന്ന ചോദ്യം ചോദിച്ചതോടെ പോലീസിനെ അപകടം മണക്കുന്നു. ഒടുവിൽ ജാമ്യ ഹർജിയിൽ തീർപ്പ് കൽപ്പിക്കുന്നതിന് തൊട്ടു മുൻപ് പ്രോസിക്യൂട്ടർ പറയുന്നു, നിർണായകമായ ഒരു തെളിവ് കൂടി ഹാജരാക്കാനുണ്ട്, നാളത്തേക്ക് കേസ് മാറ്റണം. കോടതി കേസ് മാറ്റി. പിറ്റേ ദിവസം വന്ന് പ്രോസിക്യൂട്ടർ പറയുന്നു, പുതിയ തെളിവല്ല, പുതിയ കേസാണ്. രണ്ടാമതൊരു കേസ് കൂടി രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ ഹാബിച്വൽ ഒഫൻഡറാണ്, ജാമ്യം കൊടുക്കരുത്. റേപ്പ് ഇല്ല എന്ന് കോടതിക്ക് ഉത്തമ ബോധ്യമായെങ്കിലും സമാനമായ മറ്റൊരു കേസിലെ പ്രതി കൂടിയായതോടെ പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ജാമ്യം നിഷേധിക്കുന്നു. രണ്ടാമത്തെ കേസും തിരുവനന്തപുരം കോടതിയിൽ നിലനിൽക്കുന്നു. രാഹുൽ ഇരുട്ടിൽ തന്നെ കഴിയുന്നു. രണ്ടാമത്തെ കേസിൽ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയതിനൊപ്പം തന്നെ ഒന്നാമത്തെ കേസിൽ ജാമ്യം തള്ളിയതിനെതിരെ ഹൈക്കോടതിയിൽ അപ്പീലും കൊടുക്കുന്നു. ഹൈക്കോടതി കേസ് പരിഗണിച്ച ആദ്യത്തെ ദിവസം തന്നെ നോട്ട് അറസ്റ്റ് പ്രഖ്യാപിക്കുന്നു. എന്ന് വെച്ചാൽ ജാമ്യാപേക്ഷയിൽ തീരുമാനമെടുക്കുന്നത് വരെ പ്രതിയെ അറസ്റ്റ് ചെയ്യരുത് എന്ന് കോടതി വിധിക്കുന്നു. പക്ഷേ രണ്ടാമത്തെ കേസിൽ മുൻകൂർ ജാമ്യം ലഭിക്കുന്നത് വരെ രാഹുൽ ഇരുട്ടത്ത് തന്നെ തുടരുന്നു. രണ്ടാമത്തെ കേസ് പരിഗണിച്ചുകൊണ്ട് കോടതി പറയുന്നു, ഒരു തരത്തിലും നിലനിൽക്കുന്ന കേസല്ല, ഇതിൽ റേപ്പില്ല, അതുകൊണ്ട് ജാമ്യം കൊടുക്കുന്നു. ആദ്യത്തെ കേസിൽ നോട്ട് അറസ്റ്റും രണ്ടാമത്തെ കേസിൽ മുൻകൂർ ജാമ്യം ലഭിച്ചതോടെ രാഹുൽ പാലക്കാട് പ്രത്യക്ഷപ്പെടുന്നു, തൻ്റെ ജീവിതത്തിലേക്ക് മടങ്ങുന്നു. ആദ്യത്തെ കേസിൽ ജാമ്യം നിഷേധിച്ചപ്പോഴും പ്രിൻസിപ്പൽ സെഷൻസ് കോടതി കൃത്യമായി പറഞ്ഞിരുന്നു, ഇതിൽ റേപ്പില്ല, മറ്റൊരു കേസ് കൂടി ഉള്ളതുകൊണ്ട് മാത്രമാണ് ജാമ്യം നിഷേധിക്കുന്നതെന്ന്. രാഹുൽ രംഗത്ത് വരുന്നു. ഏറെ വൈകാതെ മൂന്നാമത് ഒരു കള്ളക്കേസ് കൂടി എടുത്ത് ആരും അറിയാതെ രഹസ്യമായി രാഹുലിനെ പാലക്കാട്ടെ താമസ സ്ഥലത്ത് നിന്ന് കേരള പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘം പിടിച്ചുകൊണ്ടുപോകുന്നു. ഒളിച്ചു നിന്ന് വലവിരിച്ച് രാഹുലിനെ അവർ പിടിച്ചു കെട്ടി ജയിലിലടച്ചു. ജയിലിലടച്ചാൽ പിന്നെ മുൻകൂർ ജാമ്യത്തിന് പ്രസക്തിയൊന്നുമില്ല. 2 ആഴ്ചയോളം ജയിൽവാസം. ജയിൽവാസത്തിനൊടുവിൽ പത്തനംതിട്ട പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജ് ജാമ്യം അനുവദിച്ചുകൊണ്ട് പോലീസിനോട് ചോദിച്ചു, നിങ്ങൾ എന്തൊക്കെയാണ് എഴുതി വച്ചിരിക്കുന്നത്? ഇവിടെ എവിടെയാണ് റേപ്പ് ഉള്ളത്? എന്തുകൊണ്ടാണ് ഒരു നടപടിക്രമം പോലും പാലിക്കാത്തത്? കാനഡയിൽ താമസിക്കുന്ന ഒരു യുവതി ഇമെയിൽ വഴി അയച്ച പരാതിയുടെ പേരിലാണ് കേസ്. ആ യുവതിയുടെ മൊഴി പോലും എടുക്കാതെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ കേസിൽ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞത്? ഹൈക്കോടതിയുടെ മുൻകൂർ ജാമ്യത്തിൽ നിൽക്കുന്ന ഒരാളെ നിങ്ങൾ ഒരു നടപടിക്രമവും പാലിക്കാതെ എങ്ങനെയാണ് അറസ്റ്റ് ചെയ്തത്? കോടതിയുടെ ഈ ചോദ്യങ്ങൾക്ക് പോലീസിന് ഉത്തരമുണ്ടായിരുന്നില്ല. രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം കിട്ടി പുറത്തിറങ്ങി. പക്ഷെ അപ്പോഴേക്കും അയാളുടെ രാഷ്ട്രീയ കരിയർ ഏതാണ്ട് അവസാനിച്ചിരുന്നു. തെരഞ്ഞെടുപ്പിൻ്റെ ബഹളത്തിലേക്ക് കേരളം നീങ്ങി. രാഹുൽ സിറ്റിംഗ് MLA ആയിട്ടും പാലക്കാട് സീറ്റ് നിഷേധിക്കപ്പെട്ടു. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഓടി നടന്ന് UDF സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി സംസാരിക്കേണ്ടിയിരുന്ന രാഹുലിനെ ആർക്കും ഒരു പരിപാടിക്കും ക്ഷണിക്കാൻ കഴിയാത്ത സാഹചര്യമായി. ഇതിനിടയിൽ തന്നെ ആദ്യത്തെ കേസിൽ മുൻകൂർ ജാമ്യം അനുവദിച്ചുകൊണ്ട് ഹൈക്കോടതി നിർണായകമായ വിധി പ്രഖ്യാപിച്ചു. ഒരു തരത്തിലും നിലനിൽക്കാത്ത കേസാണെന്നും പരസ്പര സമ്മതത്തോടെ ഒരു അവിവാഹിതനായ ചെറുപ്പക്കാരൻ ലൈംഗിക ബന്ധം നടത്തിയിട്ടുണ്ടെങ്കിൽ ആർക്കാണ് ഛേദമെന്നും ഇവിടുത്തെ ധാർമ്മിക പ്രശ്നമെങ്കിലും ചൂണ്ടിക്കാണിക്കൂ എന്നും കോടതി പറഞ്ഞു. എന്ന് മാത്രമല്ല, വിവാഹിതയായ ഒരു പെൺകുട്ടിക്ക് വിവാഹം നിലനിൽക്കുമ്പോൾ
വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് എങ്ങനെ കേസ് കൊടുക്കാൻ കഴിയും എന്ന് കോടതി ചോദിച്ചു. ഹൈക്കോടതി വിധി അടിമുടി ഈ കേസിനെ തിരസ്കരിക്കുകയും റദ്ദു ചെയ്യുകയും ചെയ്യുന്നതിന് തുല്യമായിരുന്നു. അതുകൊണ്ട് തന്നെ പരാതിക്കാരി സുപ്രീം കോടതിയെ സമീപിക്കുന്നു. ഈ കേസ് ഒരു മിനി ട്രയലാണ്. അതായത് കോടതി നിഗമനത്തിലെത്തിയിരിക്കുന്നു അത് തനിക്ക് നീതി ലഭിക്കുന്നതിന് തടസ്സമാകും, ആ വിധിയെ റദ്ദാക്കണം, മുൻകൂർ ജാമ്യം റദ്ദാക്കണം എന്ന് പറഞ്ഞാണ് സുപ്രീം കോടതിയിൽ പോയത്. സുപ്രീം കോടതി കേസ് ഫയലിൽ പോലും സ്വീകരിക്കാതെ തള്ളി. രണ്ടാം കേസിൽ തിരുവനന്തപുരത്തെ സെഷൻസ് കോടതി നൽകിയ മുൻകൂർ ജാമ്യത്തെ ചോദ്യം ചെയ്തുകൊണ്ട് സർക്കാർ ഒരു അപ്പീൽ നൽകിയിരുന്നു ഹൈക്കോടതിയിൽ. പക്ഷേ ഓരോ തവണയും കേസ് വരുമ്പോൾ സർക്കാർ അഭിഭാഷകൻ ചെന്ന് സമയം ചോദിക്കും, മാറ്റിവെക്കും. കാരണം എതിർക്കാൻ പറ്റിയ ഒരു തെളിവും അവർക്കതിനും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ചുരുക്കി പറഞ്ഞാൽ 1ഉം 2ഉം കേസുകൾ അക്ഷരാർത്ഥത്തിൽ ചീറ്റിപ്പോയി. അതുകൊണ്ട് പിണറായി സർക്കാർ ഇറങ്ങുന്നതിന് മുൻപേ ആ കേസിൽ കുറ്റപത്രം പോലും കൊടുത്തില്ല. എന്നാൽ മൂന്നാമത്തെ കേസിലെങ്കിലും കുറ്റപത്രം കൊടുത്തില്ലെങ്കിൽ രാഹുൽ പുഷ്പം പോലെ ഊരിപ്പോകും എന്നറിയാവുന്നതുകൊണ്ട് ഒരു സ്വപ്നത്തിൽ എന്ന പോലെ മെനഞ്ഞെടുത്ത ഒരു കള്ളക്കഥയുടെ പേരിൽ ഒരു കുറ്റപത്രം തയ്യാറാക്കുന്നു. ഓർക്കണം, ആദ്യത്തെ 2 കേസിലും പരാതി കെട്ടിച്ചമച്ചതാണെങ്കിലും അതിൻ്റെ പിന്നിൽ ഗൂഢാലോചനയുണ്ടെങ്കിലും പരാതിക്കാരിയെങ്കിലും രാഹുലിന് അറിയാമായിരുന്നു. മൂന്നാമത്തെ കേസിലെ പരാതിക്കാരിയെ പോലും അറിയാത്ത സാഹചര്യം. എന്നിട്ടും ധൃതി പിടിച്ച് എന്തെങ്കിലും ചെയ്തു തീർക്കേണ്ടെന്ന് കരുതി കുറ്റപത്രം സമർപ്പിച്ചു. ആ കുറ്റപത്രം കഴിഞ്ഞ ദിവസം കോടതി വായിച്ചു നോക്കിയിട്ട് എടുത്ത് ആറ്റിലെറിഞ്ഞു. ഇതെങ്ങനെയാണ് കുറ്റപത്രമാവുന്നത്? ഇങ്ങനെയാണോ പോലീസ് കുറ്റപത്രം തയ്യാറാക്കുന്നത്? ഇത് പോയി തിരുത്തിക്കൊണ്ടുവരൂ, ശരിയാക്കിക്കൊണ്ടുവരൂ എന്ന് പറഞ്ഞ് തിരിച്ചയച്ചിരിക്കുന്നു. എന്നാൽ അതിനിടയിൽ പിണറായിയുടെ പകയോടെയുള്ള ദുർഭരണം അവസാനിച്ചു പോയിരുന്നു. ഇനി ആ കുറ്റപത്രം ശരിയാക്കി കൊടുക്കേണ്ടത് പിണറായിയുടെ പോലീസല്ല, വി ഡി സതീശൻ്റെ പോലീസാണ്. വി ഡി സതീശന് രാഹുൽ മാങ്കൂട്ടത്തോട് താല്പര്യമില്ല എന്നത് സത്യം. പക്ഷേ വി ഡി സതീശന് രാഹുൽ മാങ്കൂട്ടത്തോട് വൈരാഗ്യമില്ല. നിയമം നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ എന്നതാണ് വി ഡി സതീശൻ്റെ നിലപാട്. അതുതന്നെയാണ് തനിക്ക് ആരുടെയും അവിഹിതമായ പിന്തുണയും നിയമവിരുദ്ധമായ സഹായവും വേണ്ട എന്നാണ് രാഹുലിൻ്റെ നിലപാടും. ചുരുക്കി പറഞ്ഞാൽ രാഹുലിൻ്റെ 3 കേസും 8 നിലയിൽ പൊട്ടിപ്പോയിരിക്കുന്നു. രാഹുലിനെ വലവിരിച്ച് ഒളിവെച്ച് പിടിച്ച് അകത്തിട്ട പോലീസിന് ആദ്യത്തെ 2 കേസിലും കുറ്റപത്രം പോലും സമർപ്പിക്കാൻ കഴിയാതെ വെള്ളം കുടിക്കുമ്പോൾ മൂന്നാമത്തെ കേസിൽ സമർപ്പിച്ച കുറ്റപത്രം കോടതി തിരിച്ചയച്ച് പുതിയ കുറ്റപത്രം തരാൻ പറയുമ്പോൾ 3 കേസും ചീറ്റിയതിന് തുല്യമാകുന്നു. ഇനി ഏറെ വൈകാതെ തന്നെ ഈ 3 കേസും ഹൈക്കോടതി റദ്ദു ചെയ്യുന്ന സാഹചര്യം രൂപപ്പെടും. വേണമെങ്കിൽ ആദ്യത്തെ 2 കേസുകളും പോലീസിന് അന്വേഷിച്ച് രാഷ്ട്രീയ സമ്മർദ്ദം കൊണ്ട് എഴുതിയതാണ്, നിലനിൽക്കില്ല എന്ന് പറഞ്ഞ് മുൻകൂർ ജാമ്യ വിധികളുടെ പശ്ചാത്തലത്തിൽ റഫർ ചെയ്യാം. കുറ്റപത്രം സമർപ്പിച്ച 3ാമത്തെ കേസ് തെളിവുകളുടെ അഭാവത്തിൽ ഹൈക്കോടതിയിൽ അപേക്ഷ കൊടുത്താൽ ക്വാഷ് ചെയ്തെടുക്കാം. ചുരുക്കി പറഞ്ഞാൽ ഇനി ഏതാനും മാസങ്ങൾക്കകം രാഹുൽ മാങ്കൂട്ടം പൂർവാധികം ശക്തിയോടെ രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വരും. രാഹുലിനെ തീർക്കാൻ പിണറായി ഒരുക്കിയ കെണി രാഹുലിൻ്റെ 2ാം ജന്മത്തിന് കാരണമായി മാറും. അതെ, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ യുഗം അവസാനിച്ചിട്ടില്ല, ആരംഭിക്കാൻ പോകുന്നതേയുള്ളൂ.